Hello dear students, the next topic is support vector machines. Support vector machine means it's a method used for the classification of linear and non-linear data, and in this method initially we give a set of training tuples as the input, then we are converting that training tuples into a higher dimension using a non-linear mapping method and then find a linear optimal separating hyperplanes. അതായത് ഇവിടെ നമ്മൾ ഇനിഷ്യലി ഒരു സെറ്റ് ഓഫ് ടപ്പിൾസ് ട്രെയിനിങ് സെറ്റ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. ആ ട്രെയിനിങ് സെറ്റിനെ നമ്മൾ ഒരു ഹൈ ഡയമെൻഷനിലോട്ട് മാപ്പ് ചെയ്യും. ഇവിടെ ഹൈ ഡയമെൻഷനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ മീൻസ് അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന ടപ്പിൾസിൽ ഉള്ള ഡിഫറെൻറ്റ് ക്ലാസ്സസ് കാണും. ആ ഡിഫറെൻറ്റ് ക്ലാസ്സസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസിനെ നമ്മൾ ഫൈൻഡ് ചെയ്യും. Actually, this hyperplane is a decision boundary separating the tuples of one class from another. Different. For example, നമുക്ക് S class no class ആണുള്ളതെങ്കിൽ ആ S classനെ no classലും tuples-നെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന decision boundary ആണ് hyperplane. So, SVM finds a hyperplane which separates the data from two classes, and this hyperplane is generated using some essential training tuples. That training tuples is called support vectors, and we are also using some margins defined by support vectors. അതായത് നമ്മൾ ഇനിഷ്യലി ഒരു ട്രെയിനിങ് സെറ്റ് ഓഫ് ടപ്പിൾസ് കൊടുക്കും, ദെൻ അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കുറേ ഡിസിഷൻ ബൗണ്ടറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിസിഷൻ ബൗണ്ടറീസിനെയാണ് നമ്മൾ ഹൈപ്പർ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈപ്പർ പ്ലെയിൻസ് യൂസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മളൊരു പുതിയ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഹൈപ്പർ പ്ലെയിനിനെ വെച്ചിട്ട് അത് ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഹൈപ്പർ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ട്രെയിനിങ് ടപ്പിൾസിനെയാണ് നമ്മൾ സപ്പോർട്ട് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വി ആർ യൂസിങ് സം മാർജിൻസ്. ആ മാർജിനെ ഡിഫൈൻ ചെയ്യുന്നതും ഈ സപ്പോർട്ട് വെക്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ഡേറ്റയുണ്ട്. ലീനിയർലി സെപ്പറബിൾ ഡേറ്റയുണ്ട്, ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഡേറ്റയും ഉണ്ട്. ദാറ്റ് മീൻസ് നോൺ ലീനിയർ ഡേറ്റയും ഉണ്ട്. ലീനിയർലി സെപ്പറേറ്റബിൾ ഡേറ്റ മീൻസ് നമുക്ക് ഈ ഡേറ്റനെ ഗ്രാഫിക്കൽ, ഡേറ്റ മീൻസ് ടപ്പിൾസിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻസ് യൂസ് ചെയ്തിട്ട്, സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ്, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ താഴത്തെ ഗിവൺ ഫിഗറിൽ പറഞ്ഞേക്കുന്നത് പോലെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഡിഫറെൻറ്റ് ലൈൻസ് യൂസ് ചെയ്ത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലീനിയർ ഡേറ്റ എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ നോൺ ലീനിയർ ഡേറ്റ എന്ന് പറയും. Okay, so in the given example we are considering a two class problem. Two class problem means here it consists of two classes. ഒരു S class ഉണ്ട്, ഒരു no class ഉണ്ട്. S classനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് +1 യൂസ് ചെയ്തിട്ടും no classനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് -1 യൂസ് ചെയ്തിട്ടും ആയിരിക്കും. Then we are considering a data set D. Then the number of tuples in data setനെയാണ് മോഡുലസ് D കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Okay, then we are considering different tuples in the data set as x1 y1, then x2 y2 up to xd yd. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓരോ xi എന്ന് പറയുന്നത് നമ്മുടെ ടപ്പിളാണ്. ദെൻ y1 y2 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് ആണ്. അത് +1 -1 കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട്. ആ ഇൻഫോർമേഷനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന ഓരോ സർക്കിൾസും, ഈ ഗ്രീൻ കളർ ഷെയ്ഡിലുള്ള സർക്കിൾസ് കാണിക്കുന്ന ക്ലാസ് 1 മീൻസ് y = +1. ദെൻ റെഡ് കളറിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ക്ലാസ് 2 വിച്ച് മീൻസ് ഹിയർ y = -1. ഓക്കെ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഗിവൺ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഈ പറഞ്ഞ ടപ്പിൾസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ലൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലൈൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം, ഈ ലൈൻസ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം, ഈ ലൈൻസ് യൂസ് ചെയ്തെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലീനിയർ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്രാഫിക്കലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടപ്പിൾസിലും 2 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, A1 ആൻഡ് A2. ദേ ആർ ദ 2 ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഈ 2 ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ലൈൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബെസ്റ്റ് ഹൈപ്പർ പ്ലെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഹൈപ്പർ പ്ലെയിൻ ഈസ് കാൾഡ് MMH ഓർ മാക്സിമം മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ. മനസ്സിലായോ? നമ്മൾ ഈ ടപ്പിൾസിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ആ ടപ്പിൾസിനെ നമ്മൾ സപ്പോർട്ട് വെക്റ്റേഴ്സ് എന്നൊക്കെ പറയും. ദെൻ ഡിഫറെൻറ്റ് ഹൈപ്പർ പ്ലെയിൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഹൈപ്പർ പ്ലെയിൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ, ദാറ്റ് ഈസ് the best hyperplane is one that has minimum classification error on previously unsown tuples, also called മാക്സിമം മാർജിനൽ ഹൈപ്പർപ്ലെയിൻ. ബെസ്റ്റ് ഹൈപ്പർപ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഹൈപ്പർപ്ലെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എറേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഹൈപ്പർപ്ലെയിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഹൈപ്പർപ്ലെയിനെയാണ് മാക്സിമം മാർജിനൽ ഹൈപ്പർപ്ലെയിൻ എന്ന് പറയുന്നത്, MMH. അത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വാട്ട് യു മീൻ ബൈ MMH.
ഓക്കെ, ഇപ്പോൾ താഴത്തെ ഫിഗർ നോക്കിയേ. താഴത്തെ ഫിഗറിൽ നമ്മൾ 2 ഹൈപ്പർ പ്ലെയിൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ഹൈപ്പർ പ്ലെയിൻ, തിക്കൺ ലൈൻ, ഇതൊരു ഹൈപ്പർ പ്ലെയിൻ ആണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ലാർജസ്റ്റ് മാർജിനുള്ള, മാക്സിമം മാർജിനുള്ള ആളാണ് സെലക്ട് ചെയ്യുന്നത്. മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഹൈപ്പർ പ്ലെയിൻ, അതായത് ഇതൊരു ഹൈപ്പർ പ്ലെയിൻ ആണെങ്കിൽ, ഇതൊരു ഹൈപ്പർ പ്ലെയിൻ ആണെങ്കിൽ ആ ഹൈപ്പർ പ്ലെയിനിൽ നിന്ന് ഓരോ ക്ലാസ്സിലോട്ടും, അതായത് ഇതൊരു ക്ലാസ്, ഇതൊരു ക്ലാസ്, ആ ക്ലാസ്സിലെ ഫസ്റ്റ് ടപ്പിളിനെ ടച്ച് ചെയ്യുന്ന മാർജിൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഈ ക്ലാസ്സിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് ടപ്പിൾ എന്ന് പറയുന്നത്, ഏറ്റവും നിയർ ബൈ ടപ്പിൾ എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാളുമായിട്ട് ഒരു ടച്ച് ചെയ്യുന്ന ഒരു മാർജിനാണ് ഇത്, അതൊരു മാർജിൻ എന്ന് പറയും. ദെൻ റൈറ്റിലോട്ട് നോക്കുവാണെങ്കിലും ഈ ക്ലാസ്സിൽ, ഈ പറഞ്ഞ ക്ലാസ്സിൽ, നോ ക്ലാസ്സിലുള്ള ഫസ്റ്റ് ടപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അതിനെ ടച്ച് ചെയ്യുന്ന, അതിലേക്കൂടെയുള്ളൊരു മാർജിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, അതാണ് മാർജിൻ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഫിഗറിലും ഇതാണ് നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ. ദെൻ നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നോക്കുമ്പോൾ ലെഫ്റ്റിലെ ഫസ്റ്റ് ടപ്പിളിനെ ടച്ച് ചെയ്യുന്നത് ഒരു ഹൈപ്പർ പ്ലെയിൻ. ദെൻ റൈറ്റിലോട്ട് നോക്കുമ്പോൾ അതേപോലെ ഫസ്റ്റ് ടപ്പിളിനെ ടച്ച് ചെയ്യുന്ന ഒരു ഹൈപ്പർ പ്ലെയിൻ. അതാണ് മാർജിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് മാർജിനുള്ള, നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഫിഗറിനാണ് ലാർജസ്റ്റ് മെത്തേഡ്. സോ ഈ ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫോർ ഫർദർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഹൈപ്പർ പ്ലെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഈ ഹൈപ്പർ പ്ലെയിനെ നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും. w.x+b=0. ഹിയർ w എന്ന് പറയുന്നത് വെയ്റ്റ് വെക്ടേഴ്സാണ്. അതായത് നമുക്ക് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അത്രയും ആട്രിബ്യൂട്ട്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നൊരു വെയ്റ്റ് ഉണ്ട്. n ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ w1 up to wn, അതാണ് w. ഇനി x എന്ന് പറഞ്ഞാൽ നമ്മുടെ ടപ്പിൾസ്. ദെൻ ഹിയർ നമ്മൾ ഒരു ടപ്പിൾ, എക്സ് എന്ന് പറഞ്ഞ ടപ്പിൾ എടുക്കുന്നു. ഇപ്പം നമുക്ക് 2 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, a1 a2. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ടപ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സിന് കൊടുക്കുന്ന വാല്യൂ ആണ് സ്മോൾ ലെറ്റർ x1 x2. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാപിറ്റൽ ടപ്പിളാണ് ക്യാപിറ്റൽ എക്സ്. 2 ആട്രിബ്യൂട്ട്സ് നമുക്കുണ്ട് a1 a2, അതിന് കൊടുക്കുന്ന വാല്യൂ ആണ് x1ഉം x2. അപ്പോൾ ആ വാല്യൂ യൂസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഗിവൺ ഇക്വേഷൻ ഒന്ന് നമ്മൾ റീറൈറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് w0 + w1 x1 + w2 x2 = 0. അതായത് ഈ w1 w2 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ആട്രിബ്യൂട്ടിന് കൊടുക്കുന്ന വാല്യൂസാണ്. ദെൻ x1 x2 എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ടിൻ്റെ കറക്റ്റ് വാല്യൂസാണ്. w1 w2 എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ടിന് കൊടുക്കുന്ന വെയിറ്റ് വാല്യൂസ്. ദെൻ w0 എന്ന് പറയുന്നത് നമ്മുടെ ബയസ് വാല്യൂ ആണ്. അപ്പം നമുക്കൊരു ന്യൂ ടപ്പിൾ വന്നു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ എക്സ് എന്നൊരു ന്യൂ ടപ്പിൾ വന്നു കഴിഞ്ഞാൽ ആ ടപ്പിളിലെ ഓരോ വാല്യൂസും എടുക്കുക. ദെൻ ആ ആട്രിബ്യൂട്ടിന് കൊടുക്കുന്ന വെയിറ്റും അസൈൻ ചെയ്ത് ബയസ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഇതിൻ്റെ വാല്യൂസ് >0 ആയിരിക്കാം, <0 ആയിരിക്കും. >0 ആണെങ്കിൽ വിച്ച് മീൻസ് എ പോയിൻറ്റ് ലൈസ് above the hyperplane. Then <0 ആണെങ്കിൽ വിച്ച് മീൻസ് ദ ക്ലാസ് അല്ലെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ടപ്പിൾ ലൈസ് ബിലോ ദ ഹൈപ്പർ പ്ലെയിൻ. അതായത് >0 ആണെങ്കിൽ ഹൈപ്പർ പ്ലെയിനിന് എബോവ് ആയിരിക്കും, അതായത് ഇവിടെയുള്ള ക്ലാസ്സിലായിരിക്കും. ദെൻ <0 ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ പ്ലെയിനിന് ബിലോ ആയിരിക്കും, ദാറ്റ് മീൻസ് ഇവിടെയുള്ള ക്ലാസ്സിലായിരിക്കും. മനസ്സിലായോ? നമ്മൾ ന്യൂ ടപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ >0 or <0 ബേസ് ചെയ്തിട്ടായിരിക്കും ഹൈപ്പർ പ്ലെയിനിന് എബോവ് ആണോ ബിലോ ആണോ നോക്കുക. അതിനെ ബേസ് ചെയ്ത് ഏത് ക്ലാസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ്റെ 2 സൈഡിലോട്ട് മാർജിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മാർജിൻ എന്ന് പറയുന്നത് എന്തിനെ ടച്ച് ചെയ്യുന്നത്? നമ്മുടെ ഏറ്റവും നിയർ ബൈ ക്ലാസ്സസിലെ ഏറ്റവും നിയർ ബൈ ടപ്പിളിനെ, അതായത് ഹൈപ്പർ പ്ലെയിനുമായിട്ട് നിയർ ബൈ ആയിട്ടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ടപ്പിൾസിനെ ടച്ച് ചെയ്യുന്നതാണ് നമ്മുടെ മാർജിൻ എന്ന് പറയുന്നത്. ഇല്ലേ, ഇതൊരു ഹൈപ്പർ പ്ലെയിൻ ആണെങ്കിൽ ഇതാണ് നമ്മുടെ ടപ്പിൾ, അതിനെ ടച്ച് ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ മാർജിൻസ്. ആ മാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് h1 h2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഹൈപ്പർ പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ടപ്പിളിനെയാണ് നമ്മൾ സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ പ്ലെയിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് എസെൻഷ്യൽ ടപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആ മാർജിൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ടപ്പിളായിരിക്കും. മാർജിനെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടപ്പിൾ എന്ന് പറയുന്നത് ഇതാണ് എസെൻഷ്യൽ. അതിലൂടെ നമ്മളൊരു മാർജിൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ മാർജിൻ്റെ ഇക്വേഷനാണ് h1 h2. ഇനി ഈ പറയുന്ന വെക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് h1 h2 ആണ് സപ്പോർട്ടിംഗ് വെക്ടേഴ്സ്. അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇക്വേഷൻ തന്നെ 0യ്ക്ക് പകരം >1 ആണ്. ഇനി h1 h2നെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയും. ദെൻ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് താഴെ ഈ ഇക്വേഷൻ കൊടുത്തേക്കുന്നത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? സപ്പോർട്ട് വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനിയും നമ്മുടെ ഹൈപ്പർ പ്ലെയിനിൽ നിന്ന് h1ലോട്ടും h2ലോട്ടും ഉള്ള ഡിസ്റ്റൻസ് ആണ് 1/w. ആൻഡ് w കാൽക്കുലേറ്റ് ചെയ്യുന്ന √w.w² വെച്ചിട്ടാണ്. ദെൻ നമ്മുടെ h1 ആയാലും ഫസ്റ്റ് ഹൈപ്പർ പ്ലെയിൻ ആയാലും ലെഫ്റ്റ് സൈഡിലുള്ളതായാലും റൈറ്റ് സൈഡിലുള്ള ഹൈപ്പർ പ്ലെയിൻസ്, ഈ h1 ആയാലും h2 ആയാലും, അതായത് മാർജിനിലൂടെ ഹൈപ്പർ പ്ലെയിൻസിലായാലും രണ്ടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/w ആയിരിക്കും. ആ 1/wന് രണ്ടിനെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2/w, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് മാക്സിമം മാർജിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 2/w ആയിരിക്കും.
ഓക്കെ, അപ്പം ഈ താഴെ ഒരു ഇക്വേഷൻ തന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. പറ്റുമെന്നുള്ളവർ മാത്രം അത് എഴുതിയിരുന്നാൽ മതി കേട്ടോ. അത് വേറൊരു മെത്തേഡാണ്, നമ്മുടെ MMH കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡാണ്. ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, അല്ലാതെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് പറയാതെ നിങ്ങൾക്ക് ഇക്വേഷൻ നമുക്ക് പറയാനും പറ്റത്തില്ല. അത് ലാഗ്രേറിയൻ എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ആ മെത്തേഡിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് മാത്തമാറ്റിക്കലി പറയേണ്ടി വരും. അതിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ് ഓഫ് ലീനിയർലി സെപ്പറബിൾ ഡേറ്റ. ഫസ്റ്റ് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, സെറ്റ് ഓഫ് ട്രെയിനിങ് ടപ്പിൾസ്. ദെൻ ആ ഇൻപുട്സിനെ ഗ്രാഫിക് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ഹൈപ്പർപ്ലെയിൻസ് കണ്ടുപിടിക്കും. ആ ഹൈപ്പർപ്ലെയിൻസിൻ്റെ മാർജിൻ കണ്ടുപിടിക്കും. ആ മാർജിനിൽ ഏറ്റവും ലാർജസ്റ്റ് മാർജിനുള്ളതായിരിക്കും നമ്മൾ MMH അല്ലെങ്കിൽ മാക്സിമം മാർജിൻ ഹൈപ്പർപ്ലെയിൻ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ ആ ഹൈപ്പർപ്ലെയിൻ്റെ ഇക്വേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ന്യൂ ടപ്പിൾ വന്ന് കഴിയുവാണെങ്കിൽ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ <0 ആണോ greater ആണോ ചെക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ന്യൂ ക്ലാസ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ടപ്പിളിനെ ടച്ച് ചെയ്യുന്ന ലൈനാണ് മാർജിൻ. ആ മാർജിനെ ടച്ച് ചെയ്യുന്ന ഹൈപ്പർപ്ലെയിൻസ് ആണ് H1 ആൻഡ് H2. അതിനെയാണ് നമ്മൾ സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് ഈസ് ലീനിയർലി സെപ്പറബിൾ ഇൻസെപ്പറബിൾ ഡേറ്റ. ലീനിയർലി സെപ്പറബിൾ ഡേറ്റ മീൻസ് കണ്ടോ, ഇവിടെ നമ്മൾ ടപ്പിൾസിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ കളർ ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അതുപോലെ റെഡ് കളർ ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. സോ നമുക്കൊരു കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്ത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ലീനിയർലി ഇൻസെപ്പറബിൾ ഡേറ്റ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു SVM കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതായത് നമ്മൾ ലീനിയർ SVM എങ്ങനെയാണോ ഫൈൻഡ് ഔട്ട് ഫോർമുലേറ്റ് ചെയ്ത് അതിൻ്റെ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് വേ ആണ് നോൺ ലീനിയറിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. It is a 2-step process. The first step is we have to transform the original input data into higher dimension space using a non-linear mapping. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഡേറ്റേനെ ഗിവൺ ഡേറ്റേനെ ഹൈ ഡയമെൻഷനിലോട്ട് transform using a non-linear mapping method. Then second, we have to find a linear separating hyperplane in the new space. ഒരു ലീനിയർ സെപ്പറേറ്റിംഗ് ഹൈപ്പർപ്ലെയിൻ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ലീനിയർലി യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും ഫൈനലി ഇവിടെയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗിവൻ ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ആക്ച്വലി ഈ 2 സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇക്വേഷൻസ് താഴെയുള്ള ഗിവൻ ഇക്വേഷൻസ് പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. എക്സ് എന്ന് പറഞ്ഞൊരു ഗിവൻ ഇറ്റ്സ് എ നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒറിജിനൽ ഇൻപുട്ട് ഡേറ്റ ഇൻ ടു ഹൈ ഡയമെൻഷണൽ സ്പേസ്. നമുക്കൊരു എക്സ് എന്ന് ടപ്പിൾ അതിനകത്ത് 3 വാല്യൂസ് X1, X2, X3 ഉണ്ട്. 3 ഡയമെൻഷണൽ വെക്ടറാണ്. അതിന് ഹൈ ഡയമെൻഷൻ മീൻസ് 6 ഡയമെൻഷനിലോട്ട് നമ്മൾ മാപ്പ് ചെയ്യുവാണ്. 6 ഡയമെൻഷനിലോട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറേ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്തതുകൊണ്ട് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സോ ജസ്റ്റ് ഇക്വേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി വെക്കാം, അറിയാവുന്നവർക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റെപ്പ് പ്രോസസ്സ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. സോ എന്താണ് SVM? ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ദെൻ SVMനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്ന പ്രോസസ്സ് ഹൈപ്പർപ്ലെയിൻ കണ്ടുപിടിക്കും. ആ ഡീറ്റെയിൽസൊക്കെ പറയണം. ദെൻ ലീനിയർലി സെപ്പറബിൾ ഡേറ്റയുണ്ട്, ഇൻസെപ്പറബിൾ ഡേറ്റയുണ്ട്. ദെൻ അതിൽ MMH എന്താണെന്ന് പറയണം. ദെൻ ഇക്വേഷൻസും പഠിക്കാം. ഓക്കെ, താങ്ക് യു.